ഞാനിപ്പോൾ ഉള്ളത് മെൽബണിലെ ഡോണിബ്രൂക്ക് എന്ന ഒരു കൊച്ചു പട്ടണത്തിലാണ്. അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. വളരെ നാളത്തെ പണികൾക്ക് ശേഷം ഓപ്പൺ ചെയ്ത് കൊടുത്ത ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. വളരെ മനോഹരമാണ് ഇതിൻ്റെ ഡിസൈനും അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വളരെ രസാവഹമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും വിശാലമായ ഗ്രൗണ്ടുകൾ കാണാൻ സാധിക്കും. പുൽമേടുകളാണ്. പക്ഷേ ഇപ്പോൾ സമ്മർ ആയതിനാൽ എല്ലാം ഉണങ്ങി കിടക്കുന്ന ഒരു രീതിയിലാണ് കാണപ്പെടുന്നത്. അവിടെ ചെറിയൊരു അരുവിയുണ്ട്. ഈ അരുവിയിൽ വെള്ളമുണ്ട്. അരുവി എന്ന് പറഞ്ഞേക്കാൻ നല്ലൊരു തോട് എന്ന് പറയുന്നതാണ്. അതിന് മുകളിൽ കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് തൊട്ടടുത്ത ഉള്ള ഒരു ചെറിയ ടൗണാണ്. ആ ടൗണിലേക്ക് ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു കൊച്ചു സിറ്റിയാണ്, ഒരു ഡെവലപ്പിംഗ് ഏരിയയാണ്. ഇവിടെയും ധാരാളം റെസിഡൻഷ്യൽ ഹൗസുകളൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് വീണ്ടും പണിയുന്നുണ്ട്. എല്ലായിടത്തെ പോലെ ഇവിടെയും കൺസ്ട്രക്ഷൻ വർക്കുകൾ ധാരാളമായി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം കത്തിക്കാളുന്ന വെയിലാണ്. ഒരു 30-32 ഡിഗ്രി എങ്കിലും ടെമ്പറേച്ചർ കാണുമെന്നാണ് കരുതുന്നത്. ഓസ്ട്രേലിയയിൽ സമ്മറാണ്. വിൻ്റർ സീസണൊക്കെ അവസാനിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഡിസംബറാണ്. ഈ ഡിസംബറൊക്കെ ഇവിടെ സമ്മർ കാലമാണ്. ഇത് അവിടെ ഒരു നല്ലൊരു കൺസ്ട്രക്ഷൻ കാണുന്നുണ്ട്. നല്ലൊരു എന്തോ ഒരു സ്തൂപോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിരിക്കുന്നു. നല്ലൊരു ഡിസൈനുള്ള താമര പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ്. ആകാശത്തൂടെ പ്ലെയിനുകൾ പോകുന്ന കാണാം. തലങ്ങും വിലങ്ങും പ്ലെയിനുകൾ പോകുന്ന കാണാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെ അടുത്താണ് മെൽബൺ എയർപോർട്ട്. മെൽബൺ എയർപോർട്ടിലേക്ക് വരുന്നതും പോകുന്നതുമായ പ്ലെയിനുകളാണ് നമ്മളിവിടെ ആകാശത്തിലേക്ക് നോക്കിയാൽ കാണുന്നത്. പുതിയ ബ്രിഡ്ജ്, പുതിയ അപ്രോച്ച് റോഡ് എല്ലാം വളരെ പുതുമ തോന്നുന്ന ഒരു സംഭവമാണ്. ഇനിയും ഇവിടെ പല വർക്കുകളും നടക്കാനുണ്ട്. ഇത് ബ്യൂട്ടിഫൈ ചെയ്യാനുണ്ട്. ഇവിടെ എല്ലാ കൺസ്ട്രക്ഷനും കഴിഞ്ഞാൽ ഇത് ബ്യൂട്ടിഫൈ ചെയ്യാറുണ്ട്. ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ തന്നെ പൂച്ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കാറുണ്ട്. അങ്ങനെ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഒരു പ്രദേശമാണ്. ഓസ്ട്രേലിയ എല്ലാം വളരെ സുന്ദരമായ സ്ഥലങ്ങളാണ് കാണുന്നത്. കാണുന്നതെല്ലാം അപ്പാർട്ട്മെൻറ്റുകളാണ്. 2 നില അപ്പാർട്ട്മെൻറ്റ്സുകളാണ് ആ കാണുന്നത്. ഈ സ്ഥലത്തൂടെ ഞാൻ ആദ്യമായിട്ടാണ് നടന്നു വരുന്നത്. നേരത്തെ ഒരു 6 മാസം മുമ്പ് ഞങ്ങളിവിടെ ഡോണിബ്രൂക്കിൽ കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ വഴി കൂടെ വരുന്നത്. അപ്പം ഇവിടെ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട്. ഊൾവർത്ത് എന്നൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുള്ള ഒരു സ്റ്റോറാണ് ഊൾവർത്ത്സ്. വളരെ മനോഹരങ്ങളായ വീടുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. റെസിഡൻഷ്യൽ ഏരിയാസാണ്. പഴക്കം ചെന്ന വീടുകളാണ് കാണുന്നത്. എല്ലാം ഒരു നില വീടുകളാണ്. അപൂർവമായിട്ട് 2 നില വീടുകളും കാണാൻ സാധിക്കും.
വൂൾവർസിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ആ കാണുന്നത്. വളരെ വിശാലമായ ഒരു ചെറു പട്ടണമാണ്. ഓസ്ട്രേലിയയിൽ സ്ഥലത്തിന് ദൗർലഭ്യം ഇല്ലാത്തതിനാൽ എല്ലാം വിശാലമായിട്ടാണ് ഇവിടെ പണിയുന്നത്. വൂൾവർത്തിലേക്ക് പോകണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം പോകാൻ. നിരത്തിലൊക്കെ വാഹനങ്ങൾ വളരെ കുറവാണ്. അവിടെ ഇവിടെയൊക്കെ ഓരോ വാഹനങ്ങൾ പോകുന്നത് കാണുന്നുള്ളൂ. ഇതാണ് വൂൾവർത്ത്. ഇതൊരു പാർക്കാണ്, കുട്ടികൾക്കുള്ളൊരു പാർക്കാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വിശ്രമിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. ചെറിയ റൈഡുകളും മറ്റും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.